ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നാളെ നടക്കാൻ പോകുന്ന കേരള പാഠാവലി പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം. ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഉത്തരങ്ങളും ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് വളരെ നന്നായിരിക്കും. ആദ്യം തന്നെ നമുക്ക് വായിക്കാം എഴുതാം എന്നൊരു ഇതിലോട്ട് പോവാം. ആദ്യം നമുക്ക് പുഷ്പാർച്ചന എന്ന് പറയുന്നൊരു കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. മഴ മാറി മാനം തെളിഞ്ഞു വന്നു, മഴമേഘമെങ്ങോ മറിഞ്ഞു നിന്നു. കുന്നല നാടിൻ്റെ പുഷ്പകലം ചിങ്ങത്തിൽ തേരിലിറങ്ങി മന്ദം. ഓർമ്മ വച്ചൊന്നു തൊട്ടാമനിക്കും ഓണമഹോത്സവ കാലമായി. അത്തം പുലർന്നു കിടങ്ങാളെല്ലാം ചിത്രശലഭമായി പൂക്കൾ തേടി. ഓരോ സുമത്തിലും ഉമ്മവയ്ക്കും ഓണപ്പറവയെ പിന്തുടർന്ന് മന്ദമരുത്തു മണം പകർന്നു. മണ്ണിൻ്റെ മക്കളാസ്വദിച്ചു. തൂവെള്ളത്താരുകൾ ചൂടി നിന്ന തുമ്പക്കുടത്തിൻ മുഖത്തൊന്നു നോക്കി പൊന്നിൻ്റെ കമ്മലണിഞ്ഞു നിന്ന മഞ്ഞ മുക്കൂറ്റികൾ കണ്ണുറുക്കി. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, കുട്ടികൾ പൂക്കൾ തേടി അലഞ്ഞത് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത്. മണ്ടിനെ പോലെ, കാറ്റിനെ പോലെ, പക്ഷിയെപ്പോലെ, ചിത്രശലഭത്തെ പോലെ. ഇത് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് അതുപോലത്തെ സെൻറ്റൻസ് ഈ ചോദ്യത്തിലുണ്ടോ എന്ന് നോക്കുക. അതാണ് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരം ഇവിടെ തന്നെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ, ഓർമ്മ വച്ചു ഈ ഒരു സെൻറ്റൻസാണ് തുടക്കം. കാണിച്ചു തരാം. ഓർമ്മ വച്ചൊന്ന് തൊട്ടോമനിക്കും ഓണമഹോത്സവ കാലമായി. അത്തം പുലർന്നു കിടാങ്ങളെല്ലാം ചിത്രശലഭങ്ങളായി പൂക്കൾ തേടി. ഓക്കെ, അതാണ്. അപ്പം എന്തായിട്ടാണ് എഴുതേണ്ടത്? ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതൊരു നല്ല ട്രിക്കാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൊന്നിൻ കമ്മലണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? അതുപോലെ തന്നെ പൊന്നിൻ കമ്മലണിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ കവിതയിലൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം വായിച്ചാൽ മതിയല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. തുമ്പ, തുളസി, മുക്കൂറ്റി. തുമ്പ, തുളസി, മുക്കൂറ്റി, മന്ദാരം. ഇതിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് മുക്കൂറ്റിയാണ് കേട്ടോ. നമുക്കത് നോക്കാം. ഇതാ, തൂവെള്ളത്തോരുകൾ ചൂടി നിന്ന തുമ്പക്കുടത്തിൻ മുഖത്തൊന്നു നോക്കി പൊന്നിൻ്റെ കമ്മലണിഞ്ഞു നിന്ന മഞ്ഞ മുക്കൂറ്റികൾ ഉണ്ടല്ലേ, മഞ്ഞ മുക്കൂറ്റികൾ കണ്ണിറുക്കി. ഓക്കെ, അത് നമുക്ക് മുക്കൂറ്റികൾ കിട്ടും. ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ ഓണമഹോത്സവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പുഷ്പകാലം തേരിലിറങ്ങി വരുന്നു. അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. തെളിഞ്ഞ ആകാശം അടവക്ക്. പൂക്കൾ തേടുന്ന കുട്ടികൾ. മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഓണം മഴക്കാലത്ത് ആ ഒരു ജൂൺ തുടങ്ങിയിട്ട് ആ ഒരു ടൈം പീരീഡിൽ ഒരു 2-3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാലമാണ് മഴക്കാലം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. തെളിഞ്ഞ ആകാശം അതൊരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പുഷ്പകാലം തേരിലിറങ്ങി വരുന്ന പുഷ്പത്തിൻ്റെ കാലമാണ് ഓണക്കാലം, നമുക്കറിയാം. പിന്നെ ഓണത്തിന് പൂവിടാനാണ് കുട്ടികൾ പൂക്കൾ തേടി പോവുക, അത് അപ്പവും കറക്റ്റാണ്. പൂക്കൾ തേടുന്ന കുട്ടികൾ, അതും കറക്റ്റാണ്. തെളിഞ്ഞ ആകാശം ഓക്കെ, നമുക്ക് നോക്കാം. മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം, അതായിരുന്നു കറക്റ്റായിട്ടുള്ള ഉത്തരം തോന്നുന്നു. തെളിഞ്ഞ ആകാശമായിരിക്കും ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതിയുടെ ഏത് ഭാവത്തെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? നോക്കിയാലോ. ഈ നമുക്ക് എന്താണ് പറയുക, ഒരു സംശയമില്ലാതെ തന്നെ പറയാം അല്ലേ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ നമുക്ക് സന്തോഷം കൊടുക്കാം. വെറുപ്പിനോടാണോ നമ്മളെ പുഷ്പാർച്ചന കവിത പറയുന്നത്? അല്ല അല്ലേ. നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കോമൺ സെൻസ് ബേസ്ഡ് ഒരുപാട് ക്വസ്റ്റ്യനുകളുടെ ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് പ്രവർത്തനം 2, മൊബൈൽ ടവർ. ഓക്കെ, ഉണ്ടായിരുന്നൊരടക്കാക്കുന്ന് ലോറിയിലേറിയപ്പോൾ ഉണ്ണാതിരുന്നു കരഞ്ഞിരുന്നു. നേരം ഒരുപാട് പോയിരുന്നു. ഇന്ന് പുലർച്ചെ ഒരു അത്ഭുതം ഞാൻ എഴുന്നേറ്റ് വിളിച്ചു കൂവി കണ്ടു.
ദൂരെ ദൂരെ ഒരു അസ്ഥികൂടം, എന്നിട്ടും ആരും ചെവി തന്നില്ല. എങ്ങനെ വന്നു മുളച്ചു പൊന്ത? ഉത്തരം തേടി അലഞ്ഞു ഞാൻ, തോന്നലൊരെണ്ണം തിക്കട്ടി വന്നു. അടക്കാക്കുന്നിൻ്റെ അസ്ഥികൂടം. പാവം, ഇതാരു കടിച്ചു തിന്നു. എല്ലുകൾ മാത്രം തിരികെ വെച്ചു. വേറൊന്നും കാണാനില്ല. സങ്കടം തീരുന്നില്ലെൻ്റെ മാത്രം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. കവിത വായിച്ചില്ലേ? കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. കാരണം മലയാളം സെക്കൻഡിൻ്റെ എക്സാമിന് നമുക്കുണ്ടായിരുന്നല്ലേ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ആക്ടിവിറ്റി ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഫസ്റ്റ് എ അതായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്ത ആസ്വാദനക്കുറിപ്പിൻ്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ അകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വായിച്ച് തരാം ഞാൻ, കുറച്ച് ടൈം എടുക്കും. നോക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന മൊബൈൽ ടവർ എന്ന കവിതയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് താഴെ നൽകുന്നു. ഞാൻ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ആസ്വാദനക്കുറിപ്പ്: മൊബൈൽ ടവർ. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ കൈവരിച്ച സാങ്കേതിക വളർച്ച പ്രകൃതിയിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് ഗൗരവമായ ചിന്തകൾ പങ്കുവെക്കുന്ന കവിതയാണ് വിമീഷ് മണിയൂരിൻ്റെ മൊബൈൽ ടവർ. വികസനത്തിൻ്റെ പേരിൽ നമ്മൾ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകൾ എത്രത്തോളം ക്രൂരമാണെന്ന് കവി ഈ വരികളിലൂടെ വരച്ചു കാട്ടുന്നു. പ്രമേയവും ആശയവും ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം എന്നില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഹെഡ്ലൈൻ കൊടുത്തതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വഴികൾ, ഇതിൻ്റെ ഒരു ആമുഖം വളരെ നിർബന്ധമാണ്. അതാണ് ഞാൻ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ഹെഡ്ലൈൻ കൊടുക്കുന്നത് ഇങ്ങനെ എഴുതും നിൽക്കെല്ലാം മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹെഡ്ലൈൻ കൊടുത്ത് ടൈപ്പ് ചെയ്തതാണ്. ഇങ്ങനെ പ്രമേയവും ആശയമൊന്നും എഴുതേണ്ട. ഇത് വേറൊരു പാരഗ്രാഫിൽ കുറച്ച് ലൈൻ വിട്ടിട്ട് വേറൊരു പാരഗ്രാഫിൽ എഴുതിയാൽ മതി. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒരു കാലത്ത് നമ്മുടെ പറമ്പുകളിലും തൊടികളിലും സുലഭമായിരുന്ന അണ്ണാറക്കണ്ണന്മാരും പക്ഷികളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കവിതയുടെ തുടക്കത്തിൽ ലോറിയിൽ കയറ്റി ദൂരേക്ക് കൊണ്ടുപോയ തൻ്റെ പ്രിയപ്പെട്ട അണ്ണാറക്കണ്ണനെ ഓർത്ത് വിഷമിക്കുന്ന വരികൾ കാണാം. എന്നാൽ പിന്നീട് കവി തിരിച്ചറിയുന്നത് ലോറിയല്ല, പകരം ഉയർന്നു പൊങ്ങിയ മൊബൈൽ ടവറുകളാണ് ഈ ജീവജാലങ്ങളുടെ അന്തകനായത് എന്നാണ്. ഇതിലെ പ്രധാന വരികളുടെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്താണ് ഞാൻ എഴുതുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ്, എങ്ങനെയെന്നു മുളച്ചു പൊന്തി, ഉത്തരം തേടി അലഞ്ഞു ഞാൻ. പെട്ടെന്നൊരു ദിവസം മുളച്ചു പൊന്തിയ മൊബൈൽ ടവറിനെ അണ്ണാറക്കണ്ണൻ്റെ ശവകുടീരമായി വിശേഷിപ്പിച്ചതിലൂടെ സാങ്കേതിക വിദ്യ പ്രകൃതിയുടെ നാശത്തിന് കാരണമാകുന്നു എന്ന വലിയ സത്യം കവി വിളിച്ചു പറയുന്നു. ഈ കവിതയിലെ ശൈലിയും ഭാഷയത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. വളരെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചാണ് കവി തൻ്റെ ആശയം വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ടവറുകളിൽ നിന്നുള്ള വികിരണങ്ങൾ, റേഡിയേഷൻ, നമ്മൾ സയൻസിൽ പഠിക്കുന്നതാണ്. ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എ മീഡിയം, റേഡിയേഷൻ വരെയുള്ള ഇതിൽ ഞാനൊരു വായിച്ചത്. വളരെ ലളിതമായ പദം ഉപയോഗിച്ചാണ് കവി തൻ്റെ ആശയം വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ടവറുകളിൽ നിന്നുള്ള വികിരണങ്ങൾ, റേഡിയേഷൻ, ടവറുകളിൽ നിന്ന് വരുന്ന റേഡിയേഷൻ മൂലം പക്ഷികളും പ്രാണികളും ചത്തൊടുങ്ങു തിന്ന അസ്ഥികൂടം മാത്രം ബാക്കിയെല്ലാം കടിച്ചു തിന്നു എന്ന പ്രയോഗത്തിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർന്നതിനുള്ള ആദി കവിയിലുടനീളം പ്രകടമാണ്. ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതില്ലാണ്ട് നിങ്ങൾ ആസ്വാദനക്കുറിപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതിൽ തന്നെ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഞാൻ കുറക്കും. ഉപസംഹാരം എഴുതണം കേട്ടോ. വികസനം ആവശ്യമാണെങ്കിലും അത് മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടാവരുത് എന്ന വലിയ സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. നഷ്ടപ്പെട്ടു പോയ പച്ചപ്പിനെയും ചങ്ങാതിമാരായ ജീവജാലങ്ങളെയും കുറിച്ചുള്ള കവിയുടെ ഓർമ്മപ്പെടുത്തൽ വായനക്കാരുടെ ഉള്ളിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു.
ഓക്കെ, ഇങ്ങനെയും കൂടി എഴുതിയാൽ ലാസ്റ്റ് ഒരു നല്ലൊരു എൻഡിങ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്. നഷ്ടപ്പെട്ടു പോയ പച്ചപ്പിനെയും ചങ്ങാതിമാരായ ജീവജാലങ്ങളെയും കുറിച്ചുള്ള കവിയുടെ ഓർമ്മപ്പെടുത്തൽ വായനക്കാരുടെ ഉള്ളിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. നല്ലൊരു കവിതയാണ്. ഇങ്ങനെയൊരു ആസ്വാദനക്കുറിപ്പ് എഴുതി നിങ്ങൾക്ക് 5 മാർക്ക് ഡബാ എന്ന് തന്നെ കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നല്ല ഒരു മാക്സിമം ഒരു 1.5 പേജ് അല്ലെങ്കിൽ ഒരു 2 പേജ് എടുത്തിട്ടാണ് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതണം. 2 പേജ് വെച്ചാൽ 2 പേപ്പർ അല്ല കേട്ടോ, 2 പേജ് അങ്ങനെ എടുത്തിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതി നിങ്ങൾക്ക് ഫുൾ 5 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പലരും എക്സാമ്പിളിൽ തെറ്റിക്കുന്ന സംഭവമാണ്. നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടാവും, അത് മാത്രം നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിന് 4 മാർക്കായിരിക്കും കേട്ടോ. ഈ ആസ്വാദനക്കുറിപ്പിന് 4 മാർക്കായിരിക്കും. ബാക്കി 1 മാർക്കായിരിക്കും ഈ ബി ക്വസ്റ്റ്യന് കിട്ടാം. മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്? നോവൽ, ജീവചരിത്രക്കുറിപ്പ്, ആത്മകഥ, കഥ. വിദഗ്ധം നോവൽ. നമുക്ക് ക്രിസ്റ്റി ബ്രൗണിൻ്റെ മനോഹരമായൊരു ആത്മകഥയാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഇതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയാം കേട്ടോ. ബയോഗ്രഫി എന്ന് വെച്ചാൽ വേറെ ആൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് ബയോഗ്രഫി. അത് ഇവിടെ ഇല്ല. നോവലല്ല, ജീവചരിത്രമല്ല, ആത്മകഥയാണല്ലേ. ആത്മകഥ ഇസ് ദ കറക്റ്റ് ആൻസർ. താൻ തന്നെക്കുറിച്ച് തന്നെ എഴുതുന്നതാണല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ മലയാള സെക്കൻഡിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആരുടേത്? അവസാനത്തെ ഇല എന്ന് പറഞ്ഞ ഒരു കഥയിലെ അവരുടെ ജോൺസി ന്യൂമോണിയെ തരണം ചെയ്ത ജോൺസിയുടെ കഥാപാത്ര നിരൂപണം വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ. നമുക്ക് നോക്കാം. ഓട്ടത്തിൽ 3-ാം സ്ഥാനത്തെത്താൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ 1-ാമതായി. പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിൽ ഓട്ട മത്സരത്തിൽ 1-ാമനായിട്ടും ദുഃഖിതനായിരുന്ന അലിയെ പരിചയപ്പെട്ടല്ലോ. കഥയിലെ അലിയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഇത് 1 ഓഫ് ദി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മലയാള സെക്കൻഡിൽ വന്നുകൊണ്ട് ഫസ്റ്റിൽ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ നിങ്ങളൊരു കഥാപാത്ര നിരൂപണം എഴുതിയൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഓക്കെ, നമ്മൾ അലിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ആ ഹെഡ്ലൈൻ കൊടുക്കൽ കേട്ടോ. ഈ ഹെഡ്ലൈൻ കൊടുക്കുന്നത് കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഈ ഹെഡ്ലൈൻ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നിങ്ങൾ ഓർത്ത് വെക്കാം. മാജിദ് മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് അലി. ആദ്യം ആരുടെ സിനിമയാണ് അല്ലെങ്കിൽ ആരുടെ ചലച്ചിത്രമാണ് അല്ലെങ്കിൽ ആരുടെ പാഠഭാഗമാണ് അന്ന് ആദ്യം എഴുതുക. ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു പാഠഭാഗത്തെ റോൾ എന്താണെന്ന് എഴുതുക. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ് ഇതിൽ എഴുതേണ്ടത്, ആമുഖത്തിൽ എഴുതേണ്ടത്. ഉത്തരവാദിത്വവും കൈവിടാത്ത ഒരു ബാലനാണവൻ. അബദ്ധത്തിൽ നഷ്ടപ്പെട്ട സഹോദരിയുടെ ഷൂസിന് പകരം തൻ്റെ ഷൂസ് അവൾക്ക് നൽകുന്ന സ്നേഹനിധിയായ ഒരു ജ്യേഷ്ഠൻ്റെ മാതൃകയാണ്. ഓക്കെ, സഹോദരിക്ക് പുതിയൊരു ജോഡി ഷൂസ് സമ്മാനമായി ലഭിക്കാൻ വേണ്ടി മാത്രം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന അലി അവൻ്റെ ലക്ഷ്യബോധത്തെ കാണിക്കുന്നു. മത്സരത്തിൽ 1-ാം സമ്മാനം ലഭിച്ചിട്ടും തനിക്ക് ആവശ്യമുള്ള 3-ാം സമ്മാനം അതായത് ഷൂസ് ലഭിക്കാത്തതിൽ വിഷമിക്കുന്ന അലി പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്ന കാഴ്ചയാണ്. ഒരു പാരഗ്രാഫും കൂടിയുണ്ട്. ഓക്കെ, ഉപസംഹാരമാണ് കേട്ടോ ഇത്. ചുരുക്കത്തിൽ കഷ്ടപ്പാടുകൾക്കിടയിലും കുടുംബത്തോടുള്ള സ്നേഹം സത്യസന്ധതയും മുറുകെ പിടിക്കുന്ന കരുത്തുറ്റ കഥാപാത്രമാണ് അലി. ഇങ്ങനെയൊക്കെ എഴുതിയ 5 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് നേടാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു ഐഡിയ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത എൻ്റെ ബി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏതു മേഖലയിലാണ് പ്രശസ്തനായത്? സിമ്പിളാണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിത്രകാരൻ നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ. ചിത്രകാരനാണ് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി. നമ്മളെ പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളത് ഓർക്കാം, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ചിത്രകാരനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. കുറച്ച് കട്ടി കൂട്ടാം. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഒരു ചിത്രകാരനാണ്.
നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 4 പോസ്റ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എക്സാമിനാകുമ്പോൾ ഒരു കളർ പെൻസിൽ എടുത്തോളൂ. ഒരു കളർ പെൻസിലല്ല, ഒരു പൗച്ച് മൊത്തം എടുത്തു. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജനുവരി 28 രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കാൻ നമുക്കിതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഹിൻസ് വന്നിട്ടുണ്ട്. ഉദ്ഘാടനം ആരാണ് പറഞ്ഞിട്ടുണ്ട്? ബെന്യാമിൻ, പ്രശസ്ത സാഹിത്യകാരൻ, ആടുജീവിതത്തിൻ്റെയൊക്കെ റൈറ്ററാണ്. ശില്പശാല നയിക്കുന്നത് നന്ദിനി കവിയത്രിയാണ് കേട്ടോ. ഇതൊക്കെ ഹിൻസാണ്. നമുക്ക് ഈ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ പോസ്റ്റർ ഇത് എനെ വെച്ചിട്ട് ഞാൻ കൊടുത്ത റെഫറൻസസ് വെച്ചിട്ട് ഞാൻ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് ഈ കാണുന്നത്. ഇത് ചെറുങ്ങനെയൊക്കെ മലയാളം പോലെ തോന്നും, ബട്ട് എപ്പോൾ കട്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് വായിച്ചു തരാട്ടെ സംഭവം. അതിന് കുട്ടികളുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കുന്ന വർക്ക്ഷോപ്പ് നീ വിട്ടുപോയേ. അതാണ് പ്രശ്നം. അടുത്തത് അടിസ്ഥാന എഴുത്ത് കഴിവുകളുടെ വർക്ക്ഷോപ്പ്. നമ്മൾ അടിസ്ഥാനമായിട്ട് എഴുതുന്ന ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പാണെന്ന് പറയുന്നത്. ഇത് തീയതി, ഡേറ്റ് ജനുവരി 28, സ്ഥലം രാവിലെ 10:30, വേദി സ്കൂൾ ഓഡിറ്റോറിയത്താണ്. ഇത് ചെറുങ്ങനെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഇതെന്ന് സംബന്ധിച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങളെ എല്ലാവരും വെൽക്കം ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാ വിദ്യാർത്ഥികളെയും പരിപാടിയിൽ പങ്കെടുക്കാൻ സാദരം ക്ഷണിക്കുന്നു എന്ന് ഈ ഒരു ക്ഷണം ആയിട്ട് കൂട്ടിയാൽ മതി. അടുത്തത് ഓർഗനൈസ്ഡ് ബൈ നന്ദിനി. ഇത് ഉണ്ടാക്കുന്നത്, ഇതിന് നേതൃത്വത്തിൽ നടക്കുന്നത് നന്ദിനി കവിയത്രിയുടെ ഇതിലാണ്. ഉദ്ഘാടനം ബെന്യാമിൻ, പ്രശസ്ത എഴുത്തുകാരനല്ലേ, സാഹിത്യകാരൻ എന്തെങ്കിലും ആട്ടെ. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്താണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ല, ഞാനിപ്പോൾ ഇത് മാത്രം നോക്കുന്നത്. ഇത്ര എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് നമ്മളെ പോസ്റ്റ് നമുക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ പ്രവർത്തനം 5 ആയിട്ടുള്ള വിശകലന കുറിപ്പ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അമ്മ ഫോൺ നോക്കാണ്, കുട്ടിക്ക് ഫുഡ് എവിടെയോ വെച്ച് കൊടുക്കാണ്. ഈ ഒരു ചിത്രം കാണാൻ നിങ്ങൾക്ക് ഏതൊരു കഥയെ നമ്മൾ ഓർമ്മ വരുന്നത് പറയാം. PK പാറക്കടവിൻ്റെ എന്താണ് കിളി അയാളോട് സംസാരിക്കുന്നതിൻ്റെ കഥയിൽ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പിക്ചറാണല്ലോ ഇത്. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചേക്കാം. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ. വർത്തമാനകാലത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. വെരി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു 1 പേജ് അല്ലെങ്കിൽ 1.5 പേജ് അല്ലെങ്കിൽ ചെയ്താൽ നമുക്കൊരു 5 മാർക്സ് കിട്ടാം കേട്ടോ. ഓക്കെ, നമ്മൾ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ മനുഷ്യരുടെ ജീവിതത്തെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. പഠനം, ആശയവിനിമയം, വിവരങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയ പല കാര്യങ്ങൾക്കും മൊബൈൽ ഫോണുകൾ സഹായിക്കുന്നു. എന്നാൽ അതിൻ്റെ അമിത ഉപയോഗം പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. മൊബൈൽ ഫോണിൽ മുഴുകിപ്പോകുന്നവർക്ക് കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ബന്ധം കുറയുന്നു. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. ഇതിലൂടെ കുട്ടികൾക്ക് സ്നേഹവും ശ്രദ്ധയും കുറയും. അതിനാൽ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിതമാക്കിയിരിക്കണം. ആവശ്യമായ സമയത്ത് മാത്രം ഉപയോഗിക്കുകയും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മൊബൈൽ ഫോണിൻ്റെ നല്ല വശങ്ങൾ ഉപയോഗപ്പെടുത്തി ദോഷങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇത്രയും എനിക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. ഇതൊരു ഹാഫ് പേജ് ഉണ്ട്. ഹാഫ് പേജ് എഴുതിയാൽ മതി. ഹാഫ് പേജ് 1 പേജ് നിങ്ങൾക്ക് അത്രയും മാർക്ക് കൂടണം. നിങ്ങൾ ശരിക്കുണ്ടല്ല കിട്ടിയ വാരി എഴുതുന്നത് നല്ല കാര്യം. ബട്ട് നമ്മൾ അതിനുള്ള എത്രത്തോളം ആ കൊടുത്ത ക്വസ്റ്റ്യൻ ആവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതിലാണ് ഏറ്റവും വലിയ കാര്യം. ടീച്ചർ ഇമ്പ്രസ് ആവും. ഈ ഒരു ഉത്തരം നിങ്ങൾ ബൈ ഹാർട്ട് ആക്കാനുള്ള ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ വിശകലനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രവർത്തനം 6 ജീവചരിത്ര കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്. വായിച്ചു നോക്കാം. ഹിൻസ് കൊടുത്തിട്ടുണ്ട്. നോവലിസ്റ്റ്
തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ, നാടകകൃത്ത്, മാടാത്ത തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ജനനം അയാളുടെ പേരാണ് കേട്ടോ. ഇത് അയാൾ ചെയ്ത സംഭവങ്ങൾ, ആദ്യത്തെ ബോക്സിൽ അയാൾ ചെയ്ത സംഭവങ്ങൾ. പിന്നെ അദ്ദേഹം ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ജനനം എവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ബോക്സിൽ മരണം എഴുതിയിട്ടുണ്ട്. പത്മഭൂഷൺ, ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം. നോവലുകൾ നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞുകാലം, അസുരവിത്ത്. ക്വസ്റ്റ്യൻ വായിക്കാം. മുകളിൽ നൽകിയ സൂചകങ്ങളും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തി MT വാസുദേവൻ നായരുടെ ജീവിതത്തെക്കുറിച്ച്. നമ്മളെന്തോ വിഷുക്കാലം അങ്ങനെ എന്തോ സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഏതാ പാട്ടിൽ? യെസ്. 6ാം ക്ലാസ്സിൽ നിന്നോ അതോ 7ാം ക്ലാസ്സിൽ നിന്നോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഫസ്റ്റ് ബുക്കിലാണെന്ന് എനിക്കറിയാം. ഓക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇതങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹാഫ് പേജ് വരെ എഴുതിയാൽ മതി കേട്ടോ. പാരഗ്രാഫൊന്നും വേണ്ട. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജീവിതത്തെക്കുറിപ്പിൻ്റെ ഇത് നോക്കാം കേട്ടോ. നമുക്കാദ്യം ജീവിതത്തെക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തായാലും ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. MT വാസുദേവൻ നായർ ആണെങ്കിൽ MT വാസുദേവൻ നായർന്ന് അങ്ങനൊരു ആരുടെ ഒരു ജീവചരിത്രമാണ് എഴുതുന്നത്, അങ്ങനെ ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്നത് നിർബന്ധമാണ്. അതിനുശേഷം മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമാണ് MT വാസുദേവൻ നായർ. 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കുടല്ലൂരിൽ അദ്ദേഹം ജനിച്ചു. ആദ്യം എന്ത് എഴുതണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവർ ചെയ്ത കരിയർ എന്താണെന്ന് അറിയുക. പിന്നെ ചലച്ചിത്ര സംവിധായകനാണ്, നോവലിസ്റ്റാണെന്ന് എഴുതിയില്ലേ. പിന്നെ ജനിച്ചത് എപ്പോഴാണ്, എവിടെ നിന്നാണ് ജനിച്ചതെന്ന് എഴുതുക. പിന്നെ നമ്മൾ ഭയങ്കര ഷോർട്ടായിട്ടാണ് ഇത് എഴുതുന്നത്. നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞുകാലായിരിക്കും, അസുരവിത്ത് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ. നോവലിനെ കുറിച്ച് നോട്ടുണ്ട്. 10ാം ഉദയം, ഇണങ്ങുന്ന ഭൂമി, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രേംനസീർ അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനമായിട്ടാണ് അവർ മരണപ്പെട്ടത്. ഈ ലോകത്തോട്ട് വിട പറഞ്ഞ കാര്യം അവസാനം മാത്രമാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ജീവിതത്തെക്കുറിപ്പ് ഇത്ര എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മീനോളം എന്ന നാടക രചയിതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആരാണ് ഓരോ കഥേൻ്റെ രചയിതാവ്, പിന്നെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈ മീനോളത്തിൻ്റെ നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. PK പാറക്കടവ് മറ്റേ കിളി അയാൾ സംസാരിക്കുന്നതാണ്. ക്രിസ്റ്റി ബ്രൗൺ മറ്റേ കാൽവിരലിൽ വിരിയും സ്വപ്നം ആ സംഭവത്തിൻ്റെ രചയിതാവാണ്. ജയപ്രകാശ് കുള്ളൂർ. VK ജോസഫ് ചിത്രശലഭങ്ങളുടെ രചയിതാവാണ്. അപ്പോൾ ജയപ്രകാശ് കുള്ളൂറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇതോടുകൂടെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് ഇത് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. നമ്മളിവിടെ 6 ആക്ടിവിറ്റീസ് പരിചയപ്പെട്ടു. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടായത് പഴയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.